നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിസ്മസിന് കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളുടെ കളക്ഷനെ കുറിച്ചാണ്. ഇത് ആധികാരികമായിട്ടുള്ള കളക്ഷൻ ഒന്നുമല്ല, ഏകദേശ ധാരണകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന കളക്ഷനുകളാണ്. കൃത്യമായിട്ടുള്ള കളക്ഷനുകൾ അറിയണമെങ്കിൽ അതിന്റെ ഒഫീഷ്യലായിട്ട് അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിടണം. അത്തരത്തിലുള്ള കളക്ഷൻ ഇതുവരെ പുറത്തുവിട്ടില്ല. നമ്മൾ തയ്യാറാക്കുന്നത് പല സൈറ്റുകളും കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ക്രിസ്മസ് ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള 4 സിനിമകളുടെ കളക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സിനിമ മാരി 2 എന്നുള്ള സിനിമയാണ്. ഈ സിനിമയ്ക്ക് 2,94,00,000 രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചു. 10 ദിവസം കൊണ്ട്, അതായത് ഡിസംബർ 21 മുതൽ ഡിസംബർ 31 തീയതി വരെയുള്ള കളക്ഷനാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് 2,94,00,000 രൂപയാണ്. നമ്മൾ KGF കളക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ KGF കേരളത്തിൽ തിയേറ്ററുകളുടെ എണ്ണം ആദ്യത്തെ ഘട്ടത്തിൽ കുറവായിരുന്നു. വളരെ കുറച്ച് തിയേറ്ററുകൾ മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു കന്നഡ സിനിമയായിരുന്നു, മൊഴിമാറ്റം ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു. വലിയ ബഡ്ജറ്റിലുള്ള സിനിമയാണെങ്കിൽ കൂടെയും കേരളത്തിൽ മലയാള സിനിമകളുടെ റിലീസും അതുപോലെ തന്നെ തമിഴ് സിനിമകളുടെ റിലീസും ഒക്കെ ഉള്ളതുകൊണ്ട് KGF കാര്യമായിട്ടുള്ള തിയേറ്ററുകൾ ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ 10 ദിവസം കൊണ്ട് KGF നേടിയിട്ടുള്ളത് 2,09,00,000 രൂപയാണ് ഈ സിനിമയുടെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാനുള്ള സാധ്യതകളുണ്ട്. കാരണം KGF പോസിറ്റീവ് റിവ്യൂസും അതുപോലെ തന്നെ KGF തിയേറ്ററുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. KGF ഇനി വരുന്ന ആഴ്ചകളിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ തട്ടിമ്പുറത്ത് അച്യുതൻ എന്നുള്ള സിനിമയാണ്. ഒരു ലാൽ ജോസ് കുഞ്ചാക്കോവൻ സിനിമയായിരുന്നെങ്കിൽ പോലും സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം വലിയൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഈ സിനിമകൾ, അതായത് ക്രിസ്മസിന് ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ആ സിനിമയ്ക്കകത്തില്ലായിരുന്നു. ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് 1,37,00,000 രൂപയാണ് 10 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് റിലീസ് ചെയ്തിട്ടുള്ളത് ഡിസംബർ 22 തീയതി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ജനുവരി 1 തീയതി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ കളക്ഷൻ 15,09,00,000 രൂപയാണ്. അത് 10 ദിവസം കൊണ്ടാണ് നേടിയിട്ടുള്ളത്. അതായത് ഡിസംബർ 21 സിനിമ റിലീസ് ചെയ്തു. ഡിസംബർ 31 തീയതി വരെ 15,09,00,000 രൂപ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇത് ടിക്കറ്റ് വരവിലൂടെ മാത്രമുള്ള കളക്ഷനാണ്. ബാക്കിയുള്ള കളക്ഷൻ, അതായത് സാറ്റലൈറ്റിന്റെ വിപണി മൂല്യവും അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് സിനിമയുടെ കളക്ഷൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള സിനിമ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും. കാരണം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ലഭിക്കുന്നു, സിനിമയ്ക്ക് നല്ല അഭിപ്രായം കുടുംബ പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പ്രകാശിന് 15 കോടി എന്നുള്ളത് വലിയൊരു നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിനിമ ഒരു പക്ഷേ 50 കോടി രൂപ കളക്ഷൻ നേടാനുള്ള സാധ്യതകളുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സും അതുപോലെ തന്നെ ഇപ്പം തന്നെ തിയേറ്ററിൽ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തൊരു അവസ്ഥയാണുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വരുന്നുള്ള ദിവസങ്ങളും സിനിമയുടെ കളക്ഷൻ ഉയരാനുള്ള സാധ്യതകളും പുറത്തുള്ള റിലീസുകളും കാര്യങ്ങളൊക്കെ വരുന്നതോടുകൂടി തന്നെ സിനിമയ്ക്ക് നല്ലൊരു രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു 50 കോടി ക്ലബിലേക്ക് വരാൻ സാധ്യതയുള്ള സിനിമയായിട്ട് ഞാൻ പ്രകാശിനെ ഞാൻ കാണുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ.